എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഈ വീഡിയോ ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് പോയതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും, കിച്ചൺ ടൂർ കാണിക്കാം, ഹോം ടൂർ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോയിട്ട് 2 മാസം കഴിഞ്ഞത് ഇപ്പോഴാണ് പിന്നെ പൊങ്ങണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ഇട്ടത് തന്നെ നമ്മൾ ഏപ്രിലാണ് ഡൽഹി ഒരു ലോക്കൽ ഷിഫ്റ്റിംഗ് വീട് മാറിയിട്ട് കൊറോണയൊക്കെ വന്ന് 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് മെയ്യിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാമൊക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ലല്ലോ, മേലെ ഇരിക്കുന്ന ഒരാള് ചുമ്മാതല്ലല്ലോ ഇരിക്കണേ. അപ്പൊ പുള്ളി വിചാരിക്കുന്ന മാതിരിയല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഡൽഹി വിട്ടു, ഡൽഹിയിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്തു. അപ്പൊ അതാണ് റീസൺ. നമ്മൾ ഇത്രയും വീഡിയോ ഇടാനുള്ള റീസൺ, വീഡിയോ ഇല്ലാത്തതിന്റെ റീസൺ അതായിരുന്നു. നമ്മൾ ഹൗസ് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഷിഫ്റ്റിംഗ് കഴിഞ്ഞതാണ്. ഏപ്രിലാണ് നമ്മൾ ഡൽഹി ലോക്കൽ ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് 2 മാസം ആയുള്ളൂ. നമ്മൾ ജൂണിൽ തന്നെ ഡൽഹി വിട്ടു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടൊക്കെ കാണിച്ചു തരാമെന്നല്ല, അതൊരു പുതിയ ഫ്ലാറ്റിലേക്ക് നമ്മൾ മാറി. അപ്പോൾ വീടൊക്കെ കാണിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1 മാസമൊക്കെ താമസമായപ്പോഴേ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി അടുത്ത മാസം നമ്മൾ മാറും എന്നുള്ളത്. ഏട്ടന് ഓഫർ ലെറ്ററൊക്കെ ജോലി കിട്ടിയ ആ ഒരു സമയത്ത് നമുക്ക് അറിയാലോ നമ്മൾ മാറുമെന്ന്. അപ്പൊ പിന്നെ വീഡിയോ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കണ്ട, വീടൊക്കെ കാണിക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ താമസമില്ലാത്ത വീട് ആകെ 2 മാസം ഇവിടെ താമസിച്ചുള്ളൂ. അത് പിന്നെ എടുക്കൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചാൽ നല്ല വീടായിരുന്നു, പുതിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഓപ്പൺ കിച്ചണും നല്ല ഫുൾ മൊഡ്യൂളർ കിച്ചണൊക്കെ ആയിട്ടുള്ള രസമായിരുന്നു. അതുകൊണ്ടാണ് ഞാനതൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമില്ല, നമ്മൾ അവിടെ നിന്ന് പോകുന്നില്ല. അപ്പൊ പിന്നെ ആ വീട് കാണിക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. കുറെ പേര് ചോദിച്ചു എന്താണ് ഹോം ടൂർ കാണിക്കാത്തതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മള് ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടാ മാറിയെന്ന് പറഞ്ഞില്ലല്ലോ, വലിയ സർപ്രൈസ് ഒന്നും ഇടുന്നില്ല. നമ്മള് ഡൽഹിയിൽ നിന്ന് ഇപ്പൊ മാറിയിട്ടുള്ളത് ചെന്നൈ പട്ടണോ. അപ്പൊ നമ്മള് ചെന്നൈക്കാണ് മാറിയിരിക്കുന്നത് കേട്ടോ. തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മലയാളം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തമിഴാണ് കേട്ടോ. ഭയങ്കര ഒരു പോയട്രിക് ലാംഗ്വേജ് അല്ലേ, എസ്പെഷ്യലി സോങ്സിന്റെ ലിറിക്സ് ഒക്കെ 80s 90s അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടൊന്നും അല്ലാട്ടോ മാറിയത്. നമ്മൾ കുറേ ആയി നോർത്ത് വിടണമെന്ന് ആലോചിക്കുന്നു. ഇപ്പൊ ഒരു 15 വർഷത്തോളമായി. ഏട്ടന് ഇവിടുന്ന് ഡൽഹിയിൽ എത്തിയിട്ട് 15 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് 12 വർഷമായി. അപ്പൊ 12 വർഷമായി നമ്മള് ഡൽഹിയിൽ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് മാറണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണം കഴിയുന്ന സമയത്ത് ഏട്ടന് ഗവൺമെന്റ് ജോബായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ജോബായിരുന്നു PDAയിൽ. അപ്പൊ അവിടെ നിന്ന് വിട്ട് പ്രൈവറ്റിലേക്ക് ചാടിയപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ മാറണം എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ കിട്ടിയില്ലായിരുന്നു. പിന്നെ കുറെ ആയിട്ട് അത് വിട്ടു, നമ്മൾ മാറണം എന്നുള്ളത് വിട്ടു. പിന്നെ മക്കളൊക്കെ ആയതിനു ശേഷം സ്കൂളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതങ്ങനെ നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ആവാന്നുള്ള ഉദ്ദേശത്തിലാണ് നിന്നത്. ഡൽഹിയൊക്കെ സെറ്റായി വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പിന്നീടാണ് എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവണതും. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഫുൾ പോസിറ്റീവ് വൈബ് ചാനലിൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അങ്ങനെ പറയാത്തത് കേട്ടോ. കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു സംഭവം എന്ന് വെച്ചാൽ വിന്റർ ആയിരുന്നു പ്രശ്നം. വിന്റർ എനിക്ക് ഒട്ടും പറ്റാത്ത സമയം. ഡൽഹി അറിയാലോ ക്ലൈമറ്റ്, സമ്മർ ആണെങ്കിൽ സമ്മർ, വിന്റർ ആണെങ്കിൽ നല്ല തണുപ്പ്, അങ്ങനെയാണ്. അപ്പോൾ ഇനിയൊരു വിന്റർ എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ആർത്രൈറ്റിസ്, വാദം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി. ഇനിയൊരു വിന്റർ താങ്ങില്ല, നമ്മുടെ ഏജ് കൂടി വരികയാണല്ലോ. അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് വിന്റർ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് 2 വർഷങ്ങളൊക്കെ, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം കൊറോണയായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കഴിഞ്ഞ വിന്ററൊക്കെ ഞാൻ പാടുപെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഒരു തവണയെങ്കിലും വിന്റർ അനുഭവിച്ചവർക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നോർമൽ ഒരു പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ, അവിടെയൊക്കെ എൻജോയ് ചെയ്യണതാണ്. വിന്ററിൻ്റെ ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് വലിയ സുഖാവില്ല. എന്നെ പോലെയുള്ളവർക്കൊന്നും, ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉള്ളവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല വിന്ററിൽ. അപ്പൊ നമ്മള് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയം, പിന്നെ അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് മാറണമെന്ന്, നോർത്ത് നിന്ന് വിടണം എന്നുണ്ടായിരുന്നു. അപ്പൊ ചെന്നൈ അല്ല, നമ്മള് ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക്
ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഇതിലെവിടെയെങ്കിലും കിട്ടണമെന്നായിരുന്നു. ഈവൻ മുംബൈ ആയാലും കുഴപ്പമില്ല. മുംബൈ അങ്ങനെ നമ്മുടെ എന്താ പറയുക അത്ര ഇങ്ങോട്ട് വിൻ്റർ ഒന്നും ഇല്ലല്ലോ, ചെറിയൊരു തണുപ്പൊക്കെ. നമ്മൾ കേരളത്തിലെ മൂന്നാറിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ആയാലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കിട്ടിയത് എന്തായാലും വൈദ്യുതി കൽപ്പിച്ചതുപോലെ തന്നെ ചെന്നൈ തന്നെയായി. അതെനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്, ആ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്, അതൊക്കെ നമുക്കറിയാം. ഡൽഹിയിൽ ചൂട് ഭയങ്കര ഡ്രൈ ഹീറ്റാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര കുറച്ചും കൂടെ ഹ്യൂമിഡിറ്റിയാണ്. ഞാനിപ്പോൾ തന്നെ സ്വെറ്റായിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലത്തേക്ക് പോലത്തെ ഒരു അതിനേക്കാൾ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടെ ചൂടാണ്. ഒരു വൃത്തികെട്ട ചൂട്, ഭയങ്കരമായിട്ട് സൺടാനൊക്കെ അടിക്കും, അങ്ങനത്തെ ഒരു ചൂടാണ്. അപ്പൊ നമ്മളിവിടെ മാറി. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണ് വീഡിയോസ് കാണാത്തതെന്ന് കുറെ പേരായി ചോദിക്കുന്നു. അപ്പൊ നെറ്റിപ്പെട്ടൊക്കെ ആയിട്ട് കുറെ പേര് കോൺടാക്ട് ലിസ്റ്റിലുണ്ടല്ലോ വാട്സപ്പ്, അവരൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, എന്താണ് ചേച്ചി വീഡിയോസ് ഇടാത്തത്, വീഡിയോടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ അതങ്ങ് കാണിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടേ ഇരിക്കണ്ടേ. അപ്പൊ നമ്മള് ജൂണിൽ വന്നു. ജൂണില് ഇവിടെ വന്ന് നമ്മൾ ഫ്ലാറ്റ് എടുത്ത് വീടല്ല ഫ്ലാറ്റ് എടുത്ത് നമ്മൾ സ്കൂളൊക്കെ, കുട്ടികളുടെ സ്കൂള് ജൂണിൽ ആ സമയത്താണല്ലോ ഓപ്പണിങ്. അപ്പോൾ എല്ലാ സ്കൂളും ഓപ്പണായി. അപ്പോൾ സ്കൂള് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ നേരെ നാട്ടിൽ പോവാണ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നത് ജൂലൈയിലാണ്. ജൂലൈയിൽ വന്നിട്ട് നമുക്ക് വന്ന സമയത്ത് തന്നെ നമുക്ക് വീട് കിട്ടിയില്ല. വീട് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അവർ പണിയൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് പെയിന്റിങ് പിന്നെ അതുപോലെ കബോർഡിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഹോട്ടലിൽ ഒരാഴ്ച ഹോട്ടലിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറേണ്ടി വന്നത്. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഈ പെയിന്റിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ആയിട്ടായിരിക്കും എല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ 2 ആഴ്ച പോയി. അപ്പോൾ ജൂൺ ഫുള്ള് അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വരാൻ അറിയാലോ, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ തന്നെ ഒരു ലോക്കൽ ഷിഫ്റ്റിങ് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് സ്റ്റേറ്റ് തന്നെ വിട്ടു വരുന്നത്. അപ്പം അറിയാലോ. പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്തിട്ടാണ് വന്നത്. ഡൈനിങ് അതുപോലെ സോഫ സെറ്റ് എല്ലാം നമ്മൾ സെയിൽ ചെയ്തിട്ടാണ് വന്നത്. കാരണം ഡൈനിങ് ഒക്കെ ഗ്ലാസിൻ്റെ ആയതുകൊണ്ടേ ഒന്നും കൊണ്ടുവന്ന അതുപോലെ കിട്ടുമെന്നുള്ളത് അറിയാത്തതുകൊണ്ട് എല്ലാം കൊടുത്തിട്ടാണ് വന്നത്. ഇനി ഇവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങണം. അപ്പം അങ്ങനെ എല്ലാം വന്ന് അൺപാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ നോർമൽ റുട്ടീനിലേക്ക് അങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ ബോറടിക്കും. ഇവരിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് പകൽ ബോറടിയാവും. ഇപ്പം എൻ്റെ വർക്കുകളൊന്നും നടക്കുന്നില്ല, സൈഡ് ബിസിനസ് ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല ഇപ്പോൾ പെട്ടെന്നൊന്നും. പിന്നെ നോക്കണം, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം. നെറ്റിപ്പെട്ടോ സ്റ്റിച്ചിങ് അങ്ങനെ കാര്യമായിട്ട് ഓടുന്ന എനിക്ക് തോന്നണില്ല. ഓൺലൈൻ തുടങ്ങിയാൽ തന്നെ കാര്യമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഫ്രീ യൂട്യൂബ് ചെയ്യാനായി. പിന്നെ ഇപ്പൊ എനിക്ക് ടൈമുള്ളൂ, വീഡിയോ എടുക്കാൻ പിന്നെയും കുഴപ്പമില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഈ വീഡിയോ ചെയ്തേട്ടോ. അപ്പൊ നമ്മള് ഡൽഹി വിട്ടു. ഇനി ഫുൾ ചെന്നൈ പട്ടണമായിരിക്കും ഇനി കാണാൻ പോണത്. അപ്പൊ ഇനി വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏത് വീഡിയോ ചെയ്യണമെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ, അതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം. ഞാൻ കാര്യമായിട്ട് പറയുകയാണെ, എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം. ബൈ.